അങ്ങനെ കുറച്ച് കാപ്പിക്കുരു പറിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഒരുപാട് കാപ്പി തൈയൊന്നുമില്ല, ഒരു 8-10 തൈ നിൽപ്പുണ്ട്. അതിൽ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് കാപ്പിക്കുരു നിൽപ്പുണ്ട്. അപ്പോൾ അത് പറിച്ചെടുക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്, പക്ഷികൾ കൊണ്ടുവന്നതിന് മുന്നേ. അതിനിടയ്ക്ക് ഈ കാപ്പി തൈയുടെ ഇടയ്ക്ക് ഒരു ചെറിയൊരു ഗ്ലൂ മരമുണ്ട്, അത് നിറഞ്ഞ് നിൽപ്പുണ്ട്. നല്ല അച്ചാറൊക്കെ ഇട്ടാൽ നല്ലതാണ്. അത് അച്ചാറിട്ട് പുറത്ത് സെയിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ. വലിയ മരമായിട്ട് നിറഞ്ഞുണ്ട്. ഇത് വേഴാമ്പലാണത് കൂടുതൽ കൊണ്ടുവന്നത്. അപ്പോൾ അങ്ങനെ കാപ്പിക്കുരുവൊക്കെ പറിച്ച് കൊട്ടയ്ക്കകത്താക്കി. ഇത് ഇനിയും വെള്ളം തിളപ്പിച്ചിട്ട് അതിലിട്ട് വാട്ടി വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയെടുത്താണ് ഇത് കുത്തി ചെറുതായിട്ടൊന്ന് ഉണക്കിയെടുത്ത് ഒന്ന് ഓട്ടുചട്ടിക്കകത്തൊന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് നമ്മളിത് കുറച്ചൊക്കെ ഉണ്ട്, നമുക്ക് മില്ലിൽ കൊണ്ടുപോകാൻ പറ്റിയല്ലോ. മില്ലി ഇപ്പം നമ്മുടെ ഇവിടെ ഒന്നും അങ്ങനെ കാപ്പിക്കുരു തൊണ്ട് കളഞ്ഞ് തരുന്ന ആൾക്കാരൊന്നുമില്ല, മില്ലൊന്നുമില്ല. അപ്പോൾ ഇത് ഇരട്ടി കൊണ്ടുപോകണം നമുക്കിത് ചെയ്യണമെങ്കിൽ. അപ്പോൾ ഈ കുറച്ചായിട്ട് നമ്മൾ കൊണ്ടുപോകേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ അത് ഉരുളിയിലിട്ട് ചൂടാക്കിയിട്ട് ഒരു തുണിയെടുത്ത് ആ തുണിയിലോട്ട് ഇട്ട് കഴിഞ്ഞ് നമ്മൾ അരകല്ലിൻ്റെ പിള്ളയുണ്ടല്ലോ, ആ പിള്ള വെച്ച് ഇങ്ങനെ പതുക്കെ ഒന്ന് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ തൊണ്ട് പൊളിഞ്ഞു പോകും. ഉരലുണ്ടെങ്കിൽ ഉരലിട്ടിടിച്ചാലും മതി. നമുക്കിപ്പോൾ ഉരലില്ലാത്തത് കൊണ്ട് നമ്മളിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. കുറച്ചല്ലേ ഉള്ളൂ, നമ്മുടെ വീട്ടാവശ്യത്തിന് മാത്രം. അപ്പോൾ അങ്ങനെ തൊണ്ടൊക്കെ നല്ല കണ്ടീഷനായിട്ട് പൊളിഞ്ഞു പോയിട്ടുണ്ട്. അതിൻ്റെ കുരു ഒന്നും പൊട്ടിപ്പോകത്തില്ല കേട്ടോ. തൊണ്ട് നല്ല കറക്റ്റായിട്ട് മാറി വരും. പേറ്റി എടുത്തിട്ട് നമ്മൾ കണ്ടോ നന്നായിട്ട്, ഇത് കുഞ്ഞു കുരു കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ അധികം വലിയ കുരുവല്ല, ചെറിയ കുരുവാണ്. തൊണ്ടും കൂടെ പോകുമ്പോഴത്തേക്കും ശകലമേ ഉള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ട് ഇനി ഒന്ന് പേറ്റിയെടുത്ത് ചെറുതായിട്ടൊന്ന് ഉരുട്ടി കൊടുത്താൽ മതി. അപ്പം അന്നേരം നന്നായിട്ട് അതിൻ്റെ തൊലി പോകും. ഇതിനും പേറ്റിയെടുത്ത് നമ്മൾ ഉരുളിയിലിട്ട് നന്നായിട്ട് വറുത്തെടുക്കും. കരിഞ്ഞു പോകാതെ നമ്മൾ ബ്രൗൺ കളറിൽ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, അത്രയും നമ്മൾ ഇത് കുഴിച്ച് കഴിഞ്ഞപ്പം ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. അത് നന്നായിട്ട് കരിഞ്ഞു പോകാതെ ഏകദേശം ഒരു ബ്രൗൺ കളറിൽ രീതിയിൽ കുഞ്ഞതായതുകൊണ്ട് കേട്ടോ അങ്ങനെ തോന്നുന്നത്. ഞാനിതിപ്പോൾ ഇരട്ടത്താണ് എടുത്തിരിക്കുന്നത്, അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഒരു കുഴപ്പമില്ല, കരിഞ്ഞൊന്നും പോയിട്ടില്ല. കറക്റ്റ് പാകത്തിനെടുത്ത് നമ്മൾ തണുത്ത് കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലിട്ട് കുറേശ്ശെ നമ്മൾ പൊടിച്ചെടുക്കുക ചെയ്യുന്നത് കേട്ടോ. നമ്മൾ വീട്ടിലുണ്ടാക്കത്തെ മായമൊന്നും ചേർക്കാത്ത കാപ്പിപ്പൊടിയല്ലേ, അപ്പം നമുക്ക് നന്നായിട്ട് കുടിക്കുകയും ചെയ്യാം, പേടിക്കുകയൊന്നും വേണ്ട. അപ്പം നല്ല നൈസായിട്ട് ഇത് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് മിക്സി ചെയ്തിട്ട്. കണ്ടോ, നല്ല ബ്രൗൺ കളറായിട്ടല്ലേ ഇരിക്കുന്നത്, കരിഞ്ഞും പോയിട്ടില്ല, കറക്റ്റ് പാകം. നല്ല സ്മെല്ലും വരുന്നുണ്ട്. കാപ്പിക്കുരു വറക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണല്ലോ വരുന്നത്. ഞാനൊരു പേപ്പറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ മിക്സ് ആക്കുന്ന വേറൊരു സംഭവങ്ങളുണ്ട്. ടേസ്റ്റ് കാപ്പിക്ക് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഉലുവായും ജീരകവും കൂടെ നമ്മൾ ഒരു ചെറിയൊരു ഏലക്കായ ഇട്ട് വറുത്ത് പൊടിച്ച് നമ്മളിത് ചേർക്കും. മിക്സാക്കി ഇടുമ്പോൾ നല്ല കാപ്പി കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. നല്ല കളറിലാണ് കണ്ടോ, നല്ല കറക്റ്റ് കളറിൽ, നല്ല ബ്രൗൺ കളർ, കരിഞ്ഞും പോയിട്ടില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ ഇതിലോട്ട് നമ്മളൊരു പാനിലോട്ട് നമ്മൾ കുറച്ച് ഉലുവ ഒരുപാട് ചേർത്താലും കയ്പ്പ് രസമായിരിക്കും. അതുകൊണ്ട് ഒരുപാട് ഉലുവ വേണ്ട, കുറച്ച് ഉലുവ, നമ്മൾ ആ പൊടിക്കനുസരിച്ചുള്ള ഉലുവ, ചെറിയ ജീരകം കൂടെ ഇട്ട് നന്നായിട്ട് നമ്മൾ മൂപ്പിച്ച് വറുത്തെടുക്കണം. എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചിട്ട് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. നമ്മുടെ കാപ്പിക്കുരു പൊടിച്ച് വെച്ചതിലോട്ട് ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. എന്നിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കാപ്പിപ്പൊടി ഇട്ട് വെക്കുന്ന ഭരണിലോട്ട് ഇട്ടിട്ട് ബാക്കി വരുന്ന മിച്ചം വരുന്ന ഒരുപാടൊന്നും വേണ്ട, നമുക്ക് കുറേശ്ശെ മതിയല്ലോ. രാവിലെ ഒരു ഗ്ലാസ് കാപ്പിയല്ലേ നമ്മൾ കുടിക്കാറുള്ളൂ. ഞങ്ങളൊക്കെ രാവിലെ ഒരു ഗ്ലാസ് ചിലപ്പോഴേ കുടിക്കുള്ളൂ, തോന്നിയെങ്കിൽ മാത്രമേ കുടിക്കുള്ളൂ, അങ്ങനെ നിർബന്ധമൊന്നുമില്ല. വല്ല കാലത്തെങ്ങാനും ഇച്ചിരി കാപ്പി കുടിച്ചെങ്കിലേ, അങ്ങനെ കാപ്പി കുടിക്കാറൊന്നുമില്ല. ഇടയ്ക്ക് രാവിലെ പള്ളിയിലൊക്കെ പോകണമെങ്കിൽ രാവിലെ ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി കുടിച്ചിട്ട് പോകും. അപ്പോൾ അങ്ങനെ നമ്മുടെ കാപ്പിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ നാച്ചുറലായിട്ട് ഉണ്ടാക്കി നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കാപ്പിപ്പൊടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നല്ല സ്മെല്ലാണ് വരുന്നത്. നമ്മൾ വീട്ടിൽ വറുത്ത് പൊടിക്കുമ്പോൾ പ്രത്യേക ഒരു മണം കേട്ടോ. ചിലവർ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ചിലപ്പം ഇതിൻ്റെ തൊണ്ട് പൊടിച്ചൊക്കെ ആയിരിക്കും ചിലപ്പം വരുന്നത്. നമ്മൾ നല്ല ഫ്രഷായ കുരു പൊടിച്ചെടുത്തതാണ്. അപ്പോൾ നമ്മളിതിന് കുപ്പിയിലോട്ട് നമ്മളിനി ഇത്
പിന്നെ എടുത്ത് വെക്കുവാണ്. നമ്മുടെ ആവശ്യത്തിനുള്ള കുപ്പിയിലെടുത്ത് വെച്ചിട്ട് ബാക്കി ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ കൂടിലെടുത്തിട്ട് നന്നായിട്ട് കെട്ടി ഒരു ടിന്നിൽ അടച്ചട വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പാകത്തിന് നമുക്ക് ആവശ്യമായ കുറേശ്ശെ എടുത്ത് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ടിന്നിലോട്ടാക്കി വെക്കുവാണ്. ഞങ്ങളിങ്ങനെ ഈ കാപ്പിക്കുരു ഒന്നും അങ്ങനെ ഇങ്ങനെ വീട്ടിൽ ചെയ്യാറൊന്നുമില്ല. നമുക്കിതിപ്പോൾ ആദ്യമായിട്ട് കിട്ടുന്ന കേട്ടോ. കൂടുതൽ നമ്മൾ മേടിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം നമുക്കിങ്ങനെ കുറച്ച് കിട്ടിയപ്പോൾ അത് കളയാനുള്ളത് വെച്ച് നമ്മൾ ചെയ്തതാണ്. അപ്പോൾ ഇതാണ് ഞാൻ കാപ്പി ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് വറുത്ത് പൊടിച്ച കാപ്പിയാണിത്. നല്ല ടേസ്റ്റാണ്. അപ്പം